കൊല്ലത്തേക്ക് കലോത്സവം എത്തുമ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനമാണ് നാടകം. കാരണം അതിന് വലിയൊരു ചരിത്രം നാടകവുമായി ബന്ധപ്പെട്ട് കൊല്ലത്തിന് പറയാനുണ്ട്. ആ നാടകം കാണാൻ കൊല്ലത്തിന്റെ ഇന്നറിയപ്പെടുന്ന ഒരു നാടകകലാകാരൻ അഭിനേതാവ് കൂടിയായ രാജേഷ് ശർമ്മ എത്തിയിരിക്കുകയാണ്. അപ്പോ നാടകം കാണാനാണ് വന്നിരിക്കുന്നത്. അതെ 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 നാടകം മത്സരമാണ് ഞങ്ങളുടെ ശബരിമലയാണ്. കുട്ടികളുടെ നാടക മത്സരം, സ്കൂൾ കലോത്സവം, അതുപോലെ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിലുള്ള മുഴുവൻ നാടക പ്രവർത്തകരും ഇവിടേക്ക് ഒഴുകി വരുന്ന ദിവസങ്ങളാണ് നാടക മത്സരം ഉണ്ടാകുന്നത് കുട്ടികളുടെ. കാരണം ഈ കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം കൊല്ലത്ത് കലോത്സവം വരുമ്പോൾ തന്നെ സംഘാടക സമിതിക്കാർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നാടകത്തിന് വലിയ തിരക്കായിരിക്കും. അതുകൊണ്ടാണ് സോപാനം പോലെ ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ നാടകവുമായി ബന്ധപ്പെട്ട പ്രദർശനവും എല്ലാം തന്നെ നടത്തിയിരിക്കുന്നത്. അത്ര വലിയൊരു ആളൊഴുക്കം ഉണ്ടാകുമോ കൊല്ലത്ത്? നാടകം കൊല്ലത്തിന്റെ സിരകളിൽ മറ്റൊരു തരത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു കലയാണ്. മറ്റേതൊരു കലയെക്കാളും കൂടുതൽ കൊല്ലത്ത് എല്ലാ മേഖലകളിലും നമ്മളിപ്പോൾ KSRTC നോക്കിക്കഴിഞ്ഞാൽ നാടകമുണ്ട്. കരുനാഗപ്പള്ളി, കൊല്ലം, ഇവരൊക്കെ നാടകത്തിന്റെ തന്നെ. തൊഴിലാളി മേഖലകളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളി മേഖലകളിൽ ഈ നാടക പ്രവർത്തകരുമായിട്ടുള്ള നാടകം ഇന്നലെ പോലും ഞാനത് കണ്ടു. ബൈബിൾ നാടകവും എന്റെയൊക്കെ ചെറുപ്പകാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഈ നമ്മളൊക്കെ ഈ ബെഡ്ഷീറ്റും പായും തലയണയും രാത്രിത്തേക്കുള്ള ഭക്ഷണമൊക്കെ ആയിട്ട് നേരത്തെ ഉത്സവപ്പറമ്പിലേക്ക് പോകും. എന്നിട്ട് പുലർച്ചെ വരുള്ളൂ നാടകമൊക്കെ കണ്ട്. ദിവസം 2 നാടകമൊക്കെ ഉണ്ടാവുന്ന തരത്തിലേക്കുള്ള. അതെ, ഞാൻ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്. 2 നാടകം കണ്ടിട്ട്, ഇല്ലെങ്കിൽ 2 അമ്പലത്തിലൊക്കെ പോയിട്ട് നാടകം കണ്ടിട്ട് വരുന്ന ഒരിത്. ബി ബാലചന്ദ്രൻ, അതുപോലെ തന്നെ ശങ്കരപ്പിള്ള സാറിന്റെയൊക്കെ തട്ടക കൂടിയാണ് ശാസ്താംകോട്ട DB കോളേജ്. നാടകങ്ങളുടെ നവീന നാടകവേദിയും ഇവിടെ തന്നെയാണ് ആരംഭിക്കുന്നത്. ഈ പുതിയ തലമുറയും മറ്റു ജില്ലകളെ അപേക്ഷിച്ച് പുതിയ തലമുറയിൽ നിന്നും കൂടുതൽ കുട്ടികൾ ഇങ്ങോട്ടേക്ക് നാടകത്തിലേക്ക് കൊല്ലത്ത് നിന്ന് വരുന്നുണ്ട്. അതേപോലെ ഒരു സംസ്ഥാന വ്യാപകമായിട്ടൊരു ഇടപെടൽ നാടക മേഖലയിൽ ഉണ്ടാവുന്നുണ്ടോ ചെറിയ പുതിയ തലമുറയിൽ നിന്ന്? പിന്നെ തീർച്ചയായിട്ടും പുതിയ തലമുറയാണല്ലോ ഞങ്ങളെ നാടകം എന്താണെന്ന് പഠിപ്പിക്കുന്നത്. നിങ്ങൾ കാണിച്ച നാടകത്തിനേക്കാളും മികച്ചതാണ് ഇത് ഞങ്ങൾ ചെയ്യുന്നതെന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ പല കാര്യങ്ങളും സാങ്കേതിക വിദ്യയാണ് ശരി, മറ്റ് എല്ലാ കാര്യത്തിലും സെറ്റിന്റെ കാര്യം, എല്ലാ സാങ്കേതികമായിട്ടുള്ള എല്ലാ മൈക്ക് അടക്കമുള്ള കാര്യങ്ങൾ നമ്മളെ നാടകത്തിൽ മറ്റൊരു തരത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നതും നമ്മളെ പിന്നീട് നയിക്കുന്നതും ഈ പുതിയ തലമുറ തന്നെയാണ്. ഈ കൊല്ലത്തേക്ക് 15 വർഷത്തിന് ശേഷം കലോത്സവം എക്സൈറ്റഡ് ആണോ? ഞാനിത് 3ാമത്തെ കലോത്സവമാണ് കൊല്ലത്ത്. ഞാൻ എന്റെ ഓർമ്മ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അന്ന് നാടകമായിട്ട് അന്നത്തെ അപേക്ഷിച്ച് എന്താ ഇന്ന് മാറ്റം ഉണ്ടായിരിക്കുന്നത്? ആ ഒരു ഓർമ്മയുണ്ടോ? ഒരുപാട് കലോത്സവത്തിന്റെ മനുഷ്യരുടെ ഇടപെടലുകൾക്കും ഒഴുക്കിനും വ്യത്യാസമുണ്ട്. അപ്പൊ എന്തായാലും സന്തോഷമുണ്ട്. നമുക്ക് നാടകവേദി വീണ്ടും കൂട്ടിവിട്ടാം. ക്യാമറ പേഴ്സൺ വിപിൻ ജെയിംസിനൊപ്പം ഗോപാൽ ശിരാസനൽ, കൊല്ലം.